യേശുവിൽ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളോട് ഒത്തിരി സ്നേഹത്തിലും അടുപ്പത്തിലും കഴിയുന്ന മക്കൾ പെട്ടെന്ന് വീട്ടിൽ നിന്ന് മാറി നിന്ന് ഹോസ്റ്റലുകളിലോ ദൂരെയോ പഠിക്കേണ്ടി വരുമ്പോൾ അവർ എന്നും അവരെ ഫോണിൽ വിളിച്ച് സംസാരിക്കാറുണ്ട്. അതൊരു പതിവായി മാറാറുണ്ട്. അത് സ്നേഹത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും ഒക്കെ അടയാളമാണ്. ഇന്നത്തെ വചനത്തിൽ നാം കാണുന്നു, ഈശോ പതിവ് പോലെ സാബത്ത് ദിവസം സിനഗോഗിലെത്തി എന്ന്. അപ്പോൾ ഒരിക്കൽ പോലും അവിടുന്ന് സാബത്ത് ദിവസങ്ങളിൽ സിനഗോഗിൽ പോകാതിരുന്നിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ സുവിശേഷത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, അവിടുന്ന് പതിവ് പോലെ രാത്രിയുടെ യാമങ്ങളിൽ മലയോരങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിരുന്നുവെന്ന്. ഒരിക്കലും പ്രാർത്ഥന അല്ലെങ്കിൽ പതിവായി ചെയ്തിരുന്ന കാര്യങ്ങൾ അവിടുന്ന് മുടക്കിയിരുന്നില്ല. അത് പിതാവോടുള്ള ബന്ധത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അടയാളമാണ്. നാമും ദൈവഭക്തിയിലെ വിശ്വാസത്തിൽ കഴിയുന്നവരാണ്. ഈശോയോടുള്ള സ്നേഹവും അടുപ്പവും നമ്മൾ പ്രകടിപ്പിക്കേണ്ടതും ഇതുപോലെ പതിവ് പോലെ ചെയ്യുന്ന ചില അനുഷ്ഠാനങ്ങൾ, ചില പ്രാർത്ഥനകൾ നമുക്കുണ്ടാകണം. എന്തെല്ലാം തിരക്കുണ്ടെങ്കിലും ആ പതിവ് മുടക്കാതെ കർത്താവിനോട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് യഥാർത്ഥ ദൈവഭക്തി, യഥാർത്ഥ സ്നേഹം പ്രകടമാക്കാൻ സാധിക്കുക. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.